പഞ്ചാഗ്നി പരമ്പരയിൽ വമ്പൻ ട്വിസ്റ്റുകളുടെ കുത്തൊഴുക്ക്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിലൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായി ചോദിക്കുന്നത് അമൃതയെ ആര് കെട്ടുമെന്ന് തന്നെയാണ്. എല്ലാവരുടെയും പ്രതീക്ഷ അഭിമന്യു കെട്ടുമെന്ന് തന്നെയാണ്. പക്ഷേ അതിന് ഒരുപാട് കടമ്പകൾ താങ്ങാനുണ്ട്. നടക്കില്ല എന്നല്ല, നടക്കും. പക്ഷേ കുറച്ചധികം സംഭവവികാസങ്ങൾ നടന്നാലേ അമൃത അഭിമന്യു വിവാഹത്തിന് തിരശ്ശീല ഉയരുകയുള്ളൂ. അതിന് ആദ്യം അഭിമന്യു ദിവ്യപ്രഭ വിവാഹം മുടങ്ങണം. പിന്നെ അഭിമന്യു സുമേഷിന്റെയോ മഹേന്ദ്രന്റെയോ താലി അമൃതയുടെ കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് അമൃതയുടെ വിവാഹ പന്തലിൽ എത്തുകയും ശത്രുക്കളെ മലർത്തിയടിച്ച് അമൃതയുടെ സമ്മതം കൂടി മേടിച്ചിട്ട് വേണം അമൃത അഭിമന്യു വിവാഹം യാഥാർത്ഥ്യമാകുവാൻ. കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കടമകൾ ഉള്ളതായി തോന്നുന്നില്ലേ? ഇവിടെ അമൃതയുടെ പുതിയ രക്ഷകനായി ഒരു അജ്ഞാതൻ അഭിമന്യുവിന്റെ വിവാഹ പന്തലിൽ എത്തുന്നുണ്ട്. സംഗതി അഭിമന്യുവിന്റെ അച്ഛനാകാനാണ് സാധ്യത. എന്തായാലും കല്യാണം അയാൾ മുടക്കുന്നുണ്ട്. ഇത് അമൃതയ്ക്ക് അനുകൂലമായി മാറുകയാണ്. ഇനി അഭിമന്യു ഓടി അമൃതയുടെ വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി ആ കല്യാണം മുടക്കണം. കാര്യങ്ങൾ എളുപ്പമല്ല. എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചാഗ്നിയിൽ 2 വിവാഹങ്ങളും മുടങ്ങും. അതാണ് ഒരുപാട് ട്വിസ്റ്റുകളുടെ കുത്തൊഴുക്കാണ് ഇനി പഞ്ചാഗ്നിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.